ഹലോ ഗൈസ്, കുറുമ്പൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കാഞ്ഞിരപ്പുഴയിലേക്കാണ് ഗൈസ്. നമ്മൾ കാഞ്ഞിരപ്പുഴ അധികം ആരും കാണാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് വഴി കാഞ്ഞിരം സെൻറ്ററിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് വരുന്നൊരു വഴിയാണ്. സ്ട്രെയിറ്റ് പോയാൽ നമ്മൾ ആ റോഡ് അങ്ങനെ വരുന്നതും ഡാമിലേക്കാണ്. നമ്മൾ സാധാരണ പോകുന്ന ആ റോഡാണ്. നമ്മളൊരു ഈ വഴി ഒന്ന് കയറി നോക്കിയതാണ്. പക്ഷേ ഈ വഴി കൊള്ളാം ഗൈസ്, സൂപ്പറാണ്. കനാലിൻ്റെ സൈഡിൽ കൂടെ ഒരു യാത്ര. ഒരു സൈഡ് കവുങ്ങും തോട്ടം, ഒരു സൈഡ് തെങ്ങും തോട്ടം. കനാലിൽ വെള്ളമില്ല. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി കാണാൻ രസമാണ്. സൂപ്പർ. അവിടെ ബംഗാളികൾ നാറ് നടന്നുണ്ട് ഗൈസ്. ട്രാക്ടർ കണ്ടം പൊട്ടുന്നത് നല്ല രസമുണ്ടല്ലേ കാണാൻ ഗൈസ്. ഇതാണ് പറമ്പങ്കോട് ജംഗ്ഷൻ. ഇവിടെ നിന്ന് അവിടെ നിന്ന് തിരിഞ്ഞു പോകണം നമുക്ക് പോകേണ്ട ലൊക്കേഷനിലേക്ക്. നമ്മളതിന് മുന്നേ ഡാമിൻ്റെ 3 ഷട്ടർ ഓപ്പൺ ആണെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്നത് പോയി കാണാനാണ്. ഈ കാണുന്നതാണ് കാഞ്ഞിരപ്പുഴ ഡാമിലേക്കുള്ള പ്രവേശന കവാടം. ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കുണ്ടാവും. ഇല്ല, കുറവാണ്. ഞായറാഴ്ച വലിയ തിരക്കൊന്നും കാണാനില്ല. നമ്മളവിടെ നിന്ന് ആ റൂട്ട് തന്നെ, പാലക്കായം പോകുന്ന റൂട്ട് തന്നെ അങ്ങനെ കയറി പോകുന്നു. ഡാമിലേക്ക് കയറാൻ നിന്ന് കഴിഞ്ഞാൽ ലേറ്റാവും അങ്ങോട്ട് എത്തുമ്പോൾ. ഇത് കുതിര വണ്ടി. ഇവിടെ കുതിര സവാരിയും തുടങ്ങിയോ? ഇതാണ് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഉൾവശം. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ചയായിട്ട് ഒരുപാട് തിരക്കൊന്നും കാണാനില്ല. ഇതാണ് അമ്പലം, കാഞ്ഞിരപ്പുഴ അമ്പലം. മൂന്ന് ഷട്ടറും ഓപ്പണാണ്.
ഞാൻ അതിന് മുന്നേ ഒരു വട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ വരുമ്പോൾ ഈ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ യൂട്യൂബ് ചാനലും എല്ലാവരുടെയും ഈ ലൊക്കേഷൻ കറക്റ്റായിട്ട് വരുന്നതുകൊണ്ടായിരിക്കും. നമ്മളിവിടുന്ന് തിരിക്കണം ഗൈസ്. നമ്മൾ നേരെ വറമങ്കോട്ട് ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു. ഇത് ഇരുമ്പകച്ചോലയ്ക്ക് പോകുന്ന വഴിയാണ്. ഏകദേശം വറമങ്കോട് ജംഗ്ഷനിൽ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ അത്ര ഉള്ളു ഈ ലൊക്കേഷനിലേക്ക്. നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയിട്ടോ നമ്മളിവിടെ ബൈക്ക് ഒന്ന് സൈഡാക്കിയിട്ട് ഇറങ്ങി നടക്കണം. അങ്ങോട്ട് ആ ലൊക്കേഷനിലേക്ക് വണ്ടിയൊന്നും പോകത്തില്ല. വണ്ടി ഇവിടെ റോഡ് സൈഡ് പാർക്ക് ചെയ്യണം. ഇനി ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലേ, ബൈക്ക് വണ്ടികളൊക്കെ നമ്മളിവിടെ സൈഡാക്കി. ഈ കാണുന്ന വഴിയാണ് നമുക്ക് പോകേണ്ടത്. നമ്മളുടെ വണ്ടി നല്ല സേഫായിട്ട് സൈഡ് പാർക്ക് ചെയ്ത് ഈ കാണുന്ന വഴി കൂടെ അങ്ങോട്ട്